ഈ വിഷു ആഘോഷത്തിന് നമ്മുടെ കൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുണ്ട്. എന്നാലും വിഷു ആഘോഷത്തിന് അവർ രണ്ടുപേരെയും ഞാൻ ഈ വിഷുക്കണി കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ലക്ഷ്മി ഗോപാലസ്വാമി ആൻഡ് മണിക്കുട്ടൻ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വിഷുക്കണി ഒരുക്കിയതാണ് ഈ ഒരു കാഴ്ച. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ വിഷുക്കണി? ഞാൻ ശ്വാസിക ഈ വിഷുക്കണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മീശമാധവൻ സിനിമയിലെ കണി എന്തെങ്കിലും പോലെ അങ്ങനെ, കാരണം നിന്നെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടുകാരിയാണ്. അതെ, ചേച്ചി പറയൂ, ഈ വിഷു ആയിട്ട് ഈ കണിക്കൊന്നയും ഈ കൃഷ്ണനെ കണ്ട് ഒരു വിഷു കണി കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷമൊക്കെ വന്നോ? തീർച്ചയായിട്ടും. ചേച്ചി കാണുമ്പോഴും നല്ല കണി അല്ലേ, നല്ല ഐശ്വര്യമുള്ള ഒരു കണി നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന പോലെ. ആണോ? വെരി ബ്യൂട്ടിഫുൾ. എന്തായാലും നിങ്ങളുടെ വിഷു എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷുവിന്റെ വിശേഷങ്ങൾ, നമ്മുടെ കൂടെയാണല്ലോ ഇപ്രാവശ്യത്തെ വിഷു, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അപ്പോ നമ്മള് വിഷു വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് എപ്പോഴും വിഷു എന്ന് പറയാൻ നമ്മുടെ ഓർമ്മ എന്തായിരിക്കും? കണിക്കൊന്ന, കൈനീട്ടം, പിന്നെ വിഷു സദ്യ, ഇതൊക്കെ ആയിരിക്കുമല്ലോ ഓർമ്മ. മണിക്കുട്ടൻ്റെ ഓർമ്മയിലെ വിഷു എങ്ങനെയാണ്? പണ്ടത്തെ, അതായത് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പടക്കം പൊട്ടിക്കുക, മരത്തിൽ കയറി കണിക്കൊന്ന പറിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നമ്മളെ മലയാളികളുടെ മാത്രമുള്ള ആഘോഷമല്ലേ വിഷു. അതെ, ഞാൻ ഈ പറയുന്ന പോലെ കണിക്കൊന്ന പറിച്ചിട്ടുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കൾ ഈ പറയുന്ന പോലെ ഈ കണിക്കൊന്ന നമ്മുടെ അവിടെ സുലഭമായിട്ട് കിട്ടും. അപ്പൊ ഞങ്ങളൊക്കെ ഇത് പറിച്ച് കൊണ്ട് വിൽക്കുമായിരുന്നു ആ സമയത്ത്. ഓ അത് ശരി. എന്നിട്ട് ആ പൈസക്ക് സിനിമയ്ക്ക് അന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു, കാരണം ഇത് എല്ലാവരും ചെയ്യില്ല. അപ്പോ പിന്നെ ഈ പറഞ്ഞ കണിയല്ല, നമ്മുടെ ഇത് കൈനീട്ടം, വിഷു കൈനീട്ടം. ഈ പറയുന്ന പോലെ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ നടന്ന ചേട്ടാ കൈനീട്ടമൊന്നും ഇല്ലേ, കൈനീട്ടമൊന്നും ഇല്ലേ. പിന്നെ ഈ പടക്കം പൊട്ടിക്കുന്ന, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡിലോട്ട് അങ്ങനെ പടക്കം പൊട്ടിക്കാറില്ല വിഷുവിന്റെ, ദീപാവലിക്കാണ് കൂടുതലായിട്ട്. പക്ഷെ ഞാൻ ഈ തൃശ്ശൂർ അങ്ങോട്ടൊക്കെ ഇത് വേറെ വേഷ സദ്യ ഉണ്ടുക, വേഷ കണി കാണുക, വേഷ കൈനീട്ടം വാങ്ങുക, പിന്നെ വേഷ കണി കാണിക്കുക. അത് പക്ഷേ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടാണ് കൂടുതൽ ക്രാക്കേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ദീപാവലിയാണ്, ട്രിവാൻഡ്രം സൈഡിലൊക്കെ ദീപാവലിയാണ് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ചേച്ചി എങ്ങനെയാണ്? ചെന്നൈയിലെ വിഷു ഇല്ല നമുക്കറിയാം, ബട്ട് ഏതെങ്കിലും ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ വിഷു ഇല്ല. ഏതെങ്കിലും ലൊക്കേഷനിൽ ചേച്ചി വിഷു ആഘോഷിച്ച ഓർമ്മയുണ്ടോ? ആക്ച്വലി ഫസ്റ്റ് ഓർമ്മ പറഞ്ഞാല് 2002 ആദ്യത്തെ ഗൾഫ് സ്റ്റാർ ഷോക്ക് പോയി. അപ്പോ ആ ടൂറില് ജയറാം ഉണ്ടായിരുന്നു, പിന്നെ പ്രഭു സർ, നമ്മുടെ ശിവാജി ഗണേശൻ പ്രഭു സർ, ആൻഡ് കാവ്യ മാധവൻ, കാവ്യ ഉണ്ടായിരുന്നു, കുറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് പാർവതി ഈ വിഷുക്കണി റെഡിയായി. ആ ദാറ്റ് ടൈം ഫസ്റ്റ് ടൈം ഞാൻ ഈ വിഷുക്കണി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ ഗൾഫിൽ ദുബായിൽ ഏതൊരു ഹോട്ടലില് സോ രാവിലെ എല്ലാം എണീറ്റ് ഇതേപോലെ തന്നെ കൃഷ്ണൻ കണി, ഒരു ചെറിയ കൃഷ്ണൻ ഉണ്ടാക്കി. സോ വി സെലിബ്രേറ്റഡ് വിഷു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വിഷു കണി എത്ര ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കൈനീട്ടം തന്നില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ പ്രായം വെച്ച് നമുക്കാണ്, പ്രായത്തിൽ മൂത്തരാണ് കൊടുക്കാനുള്ളത്, പ്രായം വെച്ച്. വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടണം, പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട്. ആര് പാടും? ലക്ഷ്മി. ഇനി കുറച്ച് സമയം ശേഷം, കുറച്ച് സമയത്തിന് ശേഷം. അപ്പൊ മണിക്കുട്ടൻ പഠിക്കോളൂ. വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മണിക്കുട്ടൻ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ട് പാടാൻ പോവാണ്. റെഡിയല്ലേ? തുടങ്ങുക. കണ്ണാരം പുത്തിക്കളിക്കാം, കണ്ടു എന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഉണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം.
ഈ കന്നഡത്തില് ഇപ്പൊ മണിക്കുട്ടൻ പാട്ട് പാടിയത് ഭയങ്കര സൂപ്പർ ആയിരുന്നു, അസലായിരുന്നു, ಬ್ಯೂಟಿಫುಲ್ ಆയിരുന്നു എന്ന് കന്നഡത്തിൽ ഒന്ന് പറയൂ ലക്ഷ്മി. ಮಣಿಕುಟ್ಟನ್ ತುಂಬಾ ಚೆನ್ನಾಗಿತ್ತು. ತುಂಬಾ ಚೆನ್ನಾಗಿ ಹಾಡಿದ್ರಿ ನೀವು. ബന്നി ബന്നി അല്ല എങ്ങനെയല്ലേ ആൻസർ ബന്നി? ബന്നി മീൻസ് കം കം. കമ്മ. ചിലപ്പോ ശരിയാവുന്നില്ല. ഏതെങ്കിലും ലേഡി ഇങ്ങനെ உங்களுக்கு നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാലേ നിങ്ങൾ ബന്നി ബന്നി അല്ല ആ ലേഡിയോട് കം കം താങ്ക് യു എന്ന് പറയുന്ന വെൽക്കം പറയുന്ന പോലെ ഫ്രണ്ട് വെല്ല് ചേർക്കാം. വെൽ ബന്നി വെൽ ബന്നി വെൽക്കം വെൽക്കം. താങ്ക് യു എന്താ കന്നഡ? താങ്ക് യു ധന്യവാദ. ധന്യവാദ. അപ്പൊ തിരിച്ചു അങ്ങനെ പറ. ധന്യവാദ. ധന്യവാദ. ശരിക്കും മണിക്കൂട്ടിന് കന്നഡ അറിയില്ല, തമിഴ് അറിയാം. എനിക്ക് തമിഴ് നല്ല തെരിയും. തെരിയോ? ഹിന്ദി? ഹിന്ദി മാലൂം? हिंदी मुझे हिंदी भी मालूम है. थोड़ा 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 नहीं. मैं बहुत बड़ा शाहरुख खान फैन था. था नहीं है अभी है तो इसलिए इसलिए मैंने शाहरुख खान साहब के फिल्म देखने के लिए हिंदी सीखा था. हिंदी सीखा? अच्छा अच्छा अच्छा, बड़ा बढ़िया. अरे वाह, क्या बात है, क्या बात है. ആകെ അറിയാതെ നമുക്കറിയാതെ. അരെ വാ, क्या बात है. ചുമ്മാ ഇതൊക്കെ ഒരുപാട് ലാംഗ്വേജ് അറിയാം. എന്റെ പൊന്നളിയ, ഇതൊക്കെ ആര് പറഞ്ഞു? എനിക്ക് ആകെ മലയാളം നന്നായിട്ട് പറയാററിയാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയും. എല്ലാം ഞാൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിച്ചു പോകും. അത്രേ ഉള്ളൂ. ഈ നമുക്ക് വിഷു ആയിട്ട്, അതായത് ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, പാട്ടുണ്ടെങ്കിൽ ഡാൻസ് വേണം. ഡാൻസ് കളിക്കാൻ ലക്ഷ്മി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ വിഷുവായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു എന്താ, കുറച്ച് ക്ലാസിക്കൽ, ഒരു ഡിവോഷണൽ ഒരു ഫീല് വരുന്ന ഒരു ഡാൻസ്. നിന്ന് കളിക്കണം എന്നില്ല, ഇരുന്നിട്ട് ജസ്റ്റ് മുദ്രാസ്, എക്സ്പ്രഷൻസ്. എനിക്കത് ചെയ്യാം. ആ ഒരു വളരെ പോപ്പുലർ ആയിട്ട് ഒരു സോങ് ഉണ്ടല്ലോ, ചെത്തി മന്ദാരം. ചെത്തി മന്ദാരം തുളസി. റെഡി? ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഇരുന്നാണ് ചെയ്തതെങ്കിൽ പോലും അതിന്റെ ഒരു ഗ്രേസ്, എക്സ്പ്രഷൻസ് എല്ലാം അസലായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത്.